ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് കരുത്തരായ അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് സാംബിയയെ അവർ പരാജയപ്പെടുത്തിയത്. മെസ്സി തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. മത്സരത്തിന്റെ 4ാമത്തെ മിനിറ്റിലാണ് ഹൂലിയൻ ആൽവറസ് ഗോൾ കണ്ടെത്തിയത്. തിയാഗോ അൽമേഡയുടെ പേരിലാണ് അസിസ്റ്റ് ഉള്ളത്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മെസ്സിക്ക് നൽകാം എന്നുള്ളതാണ്. ഇനി 43ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഒരു ഗോൾ പിറന്നു. അലക്സിസ് മാക്കാലിസ്റ്ററുടെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഗോൾ പിറന്നത്. പിന്നീട് 50ാമത്തെ മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. പക്ഷേ മെസ്സി നിക്കോളാസ് ഓട്ടമെന്റിക്ക് ആ പെനാൽറ്റി നൽകുകയായിരുന്നു. കാരണം അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഓട്ടമെന്റി കളിക്കുന്ന അവസാനത്തെ മത്സരമായിരുന്നു ഇത്. അതുകൊണ്ടാണ് മെസ്സി തന്റെ സഹതാരത്തിന് പെനാൽറ്റി കൈമാറിയത്. ഓട്ടമെന്റി ആ പെനാൽറ്റി ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. 68ാമത്തെ മിനിറ്റിൽ സാംബിയ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ വാലന്റൈൻ ബാർക്കോ ഒരു ഗോൾ നേടുകയായിരുന്നു. നിക്കോ ഗോൺസാലസ് ആണ് ഇതിന് അസിസ്റ്റ് നൽകിയത്. അങ്ങനെയാണ് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് സാംബിയയെ ഇപ്പോൾ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ഇപ്പോൾ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെസ്സി മുന്നിൽ നിന്ന് നയിച്ച ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഇറ്റലി തുടർച്ചയായ 3ാമത്തെ വേൾഡ് കപ്പിനും ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടില്ല. ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ യുവേഫയുടെ ഫൈനലിൽ ബോസ്നിയ ഇറ്റലിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. 2 ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പിന്നീട് പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇറ്റലിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പിന് ഇറ്റലി ഇല്ല. കഴിഞ്ഞ 2 തവണത്തെ വേൾഡ് കപ്പിനും യോഗ്യത നേടാൻ ഇറ്റലിക്ക് സാധിച്ചിരുന്നില്ല. തീർത്തും നിരാശാജനകമായ കാര്യമാണ് ഇറ്റലിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ന് നടന്ന മറ്റൊരു സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അമേരിക്കയെ അവർ പരാജയപ്പെടുത്തിയത്. ബ്രൂണോ ഫെർണാണ്ടസ് മത്സരത്തിൽ തിളങ്ങി. 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. ട്രിങ്കാവോ, ജാവോ ഫെലിക്സ് എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.